നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വോട്ട് പെട്ടിയിൽ കൂട്ടിക്കിടിച്ച സ്ഥാനാർത്ഥികൾ ജയിക്കുമെന്ന പ്രതീക്ഷയിൽ LDFും UDFും BJPയും. കല്യാശ്ശേരിയിലും പയ്യന്നൂരിലും പോളിംഗ് ശതമാനം കൂടിയത് ഗുണം ചെയ്യുമെന്ന് LDF. പുതിയ വോട്ടുകൾ വിജയം സമ്മാനിക്കുമെന്ന് UDF. മീനച്ചൂടിൽ വെന്തുരുകി കാസർഗോഡ്. സൂര്യാഘാതമേറ്റ് കാഞ്ഞങ്ങാട് ഒരാൾ മരിച്ചു. കർഷകർക്ക് സൗജന്യമായി വൈദ്യുതി വിതരണം ചെയ്യുന്ന പദ്ധതി നിലനിർത്തുന്നത് സംബന്ധിച്ച് കൃഷി വകുപ്പിന് സർക്കാരിന്റെ നിർദ്ദേശം. അത്യുത്തര കേരളത്തിലെ പൂരമഹോത്സവത്തിന് ശനിയാഴ്ച സമാപനം കുറിക്കും. ക്ഷേത്രങ്ങളും ഭവനങ്ങളും പൂരോത്സവ ലഹരി. വാർത്തകൾ വിശദമായി. വോട്ട് പെട്ടിയിലായി. ഇനി കാത്തിരിപ്പിന്റെ ദിനങ്ങൾ. കൂട്ടിക്കിടിച്ച് വിജയപ്രതീക്ഷ നിലനിർത്തുകയാണ് സ്ഥാനാർത്ഥികൾ. രാഷ്ട്രീയ കേരളത്തെ ആകാംക്ഷയുടെ മുൾമുനിയിൽ നിർത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലമറിയാൻ ഇനി ഒരു മാസത്തോളം കാത്തിരിക്കണം. മെയ് 16-നാണ് വോട്ടെണ്ണൽ. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ സജ്ജമാക്കിയ സ്ട്രോങ് റൂമുകളിലാണ് വോട്ടിംഗിന് ശേഷം കാസർഗോഡ് മണ്ഡലത്തിലെ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. മഞ്ചേശ്വരം, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ, ഉദുമ, പയ്യന്നൂർ, കല്യാശ്ശേരി നിയോജക മണ്ഡലങ്ങളിൽ നിന്നുള്ള പോൾ ചെയ്ത വോട്ടിംഗ് യന്ത്രങ്ങളാണ് 7 സ്ട്രോങ് റൂമുകളിലായി സൂക്ഷിച്ചിട്ടുള്ളത്. 24 മണിക്കൂറും ഇവിടെ കനത്ത പോലീസ് സംരക്ഷണവും ഒരുക്കിയിട്ടുണ്ട്. ഒരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ നിരീക്ഷണവും ഇതിനുണ്ട്. സ്ട്രോങ് റൂം കേന്ദ്രത്തിൽ മറ്റുള്ളവർക്കുള്ള പ്രവേശനവും നിരോധിച്ചിരിക്കുകയാണ്. സ്ട്രോങ് റൂമുകളുടെ സജ്ജീകരണം ഇലക്ഷൻ കമ്മീഷൻ നിയോഗിച്ച പൊതു തെരഞ്ഞെടുപ്പ് നിരീക്ഷകൻ അംജിത കഴിഞ്ഞ ദിവസം വിലയിരുത്തി. മെയ് 16-ന് വോട്ടെണ്ണുന്നതുവരെ മുന്നണികളുടെ നെഞ്ചെടുപ്പ് കൂട്ടും. ഉയർന്ന പോളിംഗ് ശതമാനമാണ് ഇരുമുന്നണികൾക്കും പ്രതീക്ഷ പകരുന്നത്. LDF ശക്തി കേന്ദ്രങ്ങളിൽ പോളിംഗ് ശതമാനം കൂടിയത് ഇടതു കേന്ദ്രങ്ങളെ ആഹ്ലാദത്തിലാക്കി. എന്നാൽ പുതിയ വോട്ടർമാർ വിജയം സമ്മാനിക്കുമെന്ന പ്രതീക്ഷയുമായി UDF കേന്ദ്രങ്ങളായ മഞ്ചേശ്വരത്തും കാസർഗോട്ടും പോളിംഗ് ശതമാനം പ്രതീക്ഷിച്ചതിലും കുറഞ്ഞു. മഞ്ചേശ്വരത്ത് 71.1%, കാസർഗോട്ട് 73% രേഖപ്പെടുത്തിയത്. ഈ മണ്ഡലങ്ങളിൽ പോളിംഗ് ശതമാനം ഉയർത്തി മേധാവിത്വം ഉറപ്പിക്കാമെന്നായിരുന്നു UDF കണക്കുകൂട്ടൽ. എന്നാൽ ഇവിടങ്ങളിൽ പ്രതീക്ഷിച്ചത്ര മുന്നേറാൻ UDFന് സാധിച്ചില്ല. എന്നാൽ LDF ശക്തി കേന്ദ്രങ്ങളായ കല്യാശ്ശേരി, പയ്യന്നൂർ എന്നിവിടങ്ങളിൽ അത്ഭുതകരമായ പോളിംഗാണ് രേഖപ്പെടുത്തിയത്. കല്യാശ്ശേരിയിൽ 81.9%, പയ്യന്നൂരിൽ 84.2% പോളിംഗ് രേഖപ്പെടുത്തി. ഇത് LDFന് ഗുണം ചെയ്യുമെന്ന് LDF വൃത്തങ്ങൾ സൂചിപ്പിച്ചു. അതേസമയം മലയോര മേഖലയിലെ പോളിംഗ് ശതമാനത്തിൽ പ്രതീക്ഷിച്ച വ്യതിയാനമില്ലാത്തത് UDFന് ആശ്വാസമാകുന്നുണ്ട്. മലയോര മണ്ഡലങ്ങളിൽ പോളിംഗിൽ ഗണ്യമായി ഇടിവ് സംഭവിച്ചിരുന്നുവെങ്കിലും വോട്ടർമാരുടെ താൽപര്യക്കുറവായി ഇത് വിലയിരുത്തപ്പെടുന്നു. എന്നാൽ പുതിയ വോട്ടുകളാണ് തങ്ങളുടെ പ്രതീക്ഷയെന്നും അത് വിജയം കൊണ്ടുവരുമെന്നും UDF കേന്ദ്രങ്ങൾ പറയുന്നു. BJPയും ശുഭപ്രതീക്ഷയിലാണ്. മെയ് 16-നാണ് വോട്ടെണ്ണൽ നടക്കുക. അതിനു മുമ്പ് പല സംസ്ഥാനങ്ങളിലും വോട്ടെടുപ്പ് നടക്കാനുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ കാസർകോട്ടെ പല മണ്ഡലങ്ങളിലും പാർട്ടി ഓഫീസുകളിലും തങ്ങളുടെ ഭൂരിപക്ഷത്തെക്കുറിച്ചും തങ്ങൾക്ക് രേഖപ്പെടുത്തിയ വോട്ടിനെ കുറിച്ചുമുള്ള ചർച്ചകളായിരുന്നു. വാർഡ് തലത്തിലേക്ക് തങ്ങളുടെ മുഴുവൻ വോട്ടുകളും രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനും നേതൃത്വം നിർദ്ദേശം നൽകി. എന്തുതന്നെയായാലും മെയ് 16-ന് തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ തങ്ങൾ വിജയിക്കുമെന്ന ശുഭപ്രതീക്ഷയിലാണ് കാസർകോട്ടെ ഇരുമുന്നണികളും BJPയും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കടുത്ത ചൂടിൽ കാസർഗോഡ് വെന്തുരുകുന്നു. സൂര്യാഘാതമേറ്റ് കാഞ്ഞങ്ങാട് ഒരാൾ മരിച്ചു. അരയി കാർത്തികയിലെ പൂച്ചക്കാടൻ കൃഷ്ണനാണ് മരിച്ചത്. 61 വയസ്സായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് കൃഷ്ണന് സൂര്യാഘാതമേറ്റത്. കാഞ്ഞങ്ങാട് നഗരസഭാ ജീവനക്കാരിയായ ഭാര്യ ദേവകി ഉച്ചയ്ക്ക് വീട്ടിലെത്തി നോക്കുമ്പോൾ ഭർത്താവ് കൃഷ്ണനെ കാണാതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് വീടിനടുത്ത് സൂര്യാഘാതമേറ്റ് വീണ് കിടക്കുന്ന നിലയിൽ കൃഷ്ണനെ കാണപ്പെട്ടത്. സൂര്യാഘാതമേറ്റ് ശരീരത്തിൽ പൊള്ളലേറ്റ് അബോധാവസ്ഥയിലായ കൃഷ്ണനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും വെള്ളിയാഴ്ച പുലർച്ചെ മരിക്കുകയായിരുന്നു. ചൂട് കടുത്തതോടെ ജില്ലയിൽ കുടിവെള്ളക്ഷാമവും രൂക്ഷമായി. കിണറുകളും കുളങ്ങളും തോടുകളുമെല്ലാം വറ്റി വരളുകയാണ്. കാർഷിക വിളകളും വെള്ളമില്ലാതെ ഉണങ്ങി നശിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചൂട് കൂടിയതോടെ വൈദ്യുതി ഉപയോഗവും വർദ്ധിച്ചു. ഇതേ തുടർന്ന് വൈദ്യുതി മുടങ്ങുന്നതും പതിവായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അത്യുത്തര കേരളത്തിലെ പൂരമഹോത്സവത്തിന് ശനിയാഴ്ച സമാപനം കുറിക്കും. ക്ഷേത്രങ്ങളും ഭവനങ്ങളും പൂരോത്സവ ലഹരിയിൽ. പൂവിടലും പൂവിളിയുമായി ഒരു പൂരക്കാലം കൂടിയെത്തി. തറവാടുകളും ക്ഷേത്രങ്ങളും പൂരോത്സവത്തിന്റെ നിറവിലാകുന്ന ദിനങ്ങളാവും ഇനിയുള്ള നാളുകൾ. കാമദേവനെ ഉപാസിക്കുന്ന പെൺകുട്ടികൾക്കായുള്ള ചടങ്ങുകളാണ് പൂരോത്സവ നാളുകളിൽ നടക്കുന്നതെങ്കിലും പൂരക്കളി കൂടി നടക്കുന്നതോടെ ആഘോഷത്തിൽ ആൺകുട്ടികളും പങ്കുചേരുകയാണ് പതിവ്. മീനമാസത്തിലെ കാർത്തിക നാൾ മുതൽ 9 നാളുകളിലായാണ് പൂവിടൽ ചടങ്ങ് നടക്കുന്നത്.
ഈ 9 നാളുകളിൽ കന്യകമാരായ പെൺകുട്ടികൾക്ക് വ്രതാനുഷ്ഠാനത്തിന്റെ നാളുകളാണ്. 9 ദിനങ്ങളിലും അവർ കാമദേവനെ പൂജിച്ച് പുഷ്പങ്ങൾ അർപ്പിക്കും. പൂരോത്സവം ആരംഭിക്കുന്നതോടെ ക്ഷേത്രങ്ങളിലും വൈവിധ്യമാർന്ന പരിപാടികൾ നടക്കും. ക്ഷേത്രങ്ങളിൽ പൂരക്കളിയും മറത്തുകളിയും സംഘടിപ്പിക്കുന്നതും ഈ ദിവസങ്ങളിലെ പ്രത്യേകതകളാണ്. തറവാടുകളിലാണ് പൂരനാളുകളിൽ പൂവിടലിനായി പൂരക്കുഞ്ഞുങ്ങൾ എത്തുന്നത്. മുത്തശ്ശിമാരാണ് പൂരക്കുഞ്ഞുങ്ങൾക്ക് പൂവും വെള്ളവും നൽകുന്നത്. ഇത്തവണ വെള്ളിയാഴ്ചയാണ് തറവാടുകളിൽ കാമദേവനെ അണിയിച്ചൊരുക്കുന്നത്. നരയൻ പൂവ്, എരിക്കിൻ പൂവ്, ചെക്കിപ്പൂവ്, ചെമ്പകം, എരിക്കിൻകായയും മറ്റു പൂക്കളും ചേർത്ത് കാമദേവന്റെ മനോഹര രൂപം തീർത്ത് പൂജിക്കുകയാണ് പതിവ്. 9 നാൾ പൂജിച്ച ദേവനെ കണ്ണീരോടെയാണ് പൂരംകുളി നാളിൽ പൂരക്കുഞ്ഞുങ്ങൾ യാത്രയാക്കുന്നത്. ഇനിയത്തെ കൊല്ലവും നേരത്തെ കാലത്തെ വരണേ കാമ എന്ന് മുത്തശ്ശിമാർ ചൊല്ലുമ്പോൾ പൂരക്കുഞ്ഞുങ്ങൾ അത് ഏറ്റുചൊല്ലും. ശനിയാഴ്ച നടക്കുന്ന പൂരംകുളി ദിനത്തോടെ പൂരോത്സവ ചടങ്ങുകൾക്ക് സമാപനമാകും. കാസർഗോഡ് ദേശീയപാതയിൽ ചരക്ക് ലോറി ഇടിച്ച് വൈദ്യുതി പോസ്റ്റ് തകർന്നു. വെള്ളിയാഴ്ച വൈകിട്ട് 5:30യോടെയായിരുന്നു അപകടം. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ മലബാർ ഗോൾഡിന് മുന്നിലുള്ള വൈദ്യുതി പോസ്റ്റാണ് തകർന്നത്. കണ്ണൂരിൽ നിന്നും മംഗലാപുരത്തേക്ക് പോവുകയായിരുന്ന ലോറി ഇടിച്ചാണ് പോസ്റ്റ് തകർന്നത്. പോസ്റ്റിലിടിച്ച ലോറി നിർത്താതെ പോയെങ്കിലും കറന്തക്കാടിനു സമീപത്ത് വെച്ച് നാട്ടുകാരും പോലീസും ചേർന്ന് ലോറിയെ പിടികൂടുകയായിരുന്നു. നിരവധി വാഹനങ്ങളും യാത്രക്കാരും കടന്നുപോകുന്ന ദേശീയപാതയിൽ വൻ ദുരന്തമാണ് ഒഴിവായത്. ഇടിയുടെ ആഘാതത്തിൽ പോസ്റ്റ് തകർന്ന് റോഡിൽ വീണതിനെ തുടർന്ന് ഏറെ നേരം ഗതാഗതം സ്തംഭിച്ചു. തുടർന്ന് പോലീസും വൈദ്യുതി വകുപ്പ് ജീവനക്കാരും എത്തി പോസ്റ്റ് നീക്കം ചെയ്തതിനു ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. പോസ്റ്റിൽ ലോറി ഇടിച്ചയുടൻ തന്നെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടതിനാൽ വൻ ദുരന്തം ഒഴിവായി. സംഭവത്തിൽ ലോറി ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തു. കർഷകർക്ക് സൗജന്യമായി വൈദ്യുതി വിതരണം ചെയ്യുന്ന പദ്ധതി നിലനിർത്തി. പദ്ധതി നിലനിർത്തുന്നത് സംബന്ധിച്ച് കൃഷി വകുപ്പിന് സർക്കാർ നിർദ്ദേശം നൽകി. കർഷകർക്ക് സൗജന്യമായി വൈദ്യുതി വിതരണം ചെയ്യുന്ന പദ്ധതി നിർത്തലാക്കുവാൻ 1 മാസം മുൻപേ സർക്കാർ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഈ തീരുമാനത്തിനെതിരെ കർഷകരുടെ ഇടയിൽ നിന്നും വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നത്. പ്രത്യേകിച്ചും കാസർഗോഡ് ജില്ലയിലെ കർഷകർ സർക്കാർ തീരുമാനത്തിനെതിരെ വൻ പ്രതിഷേധമാണ് ഉയർത്തിയത്. ജില്ലയിലെ അതിർത്തി പ്രദേശമായ മഞ്ചേശ്വരത്തെയും കുഞ്ചത്തൂരിലെയും കർഷകരും സർക്കാർ തീരുമാനത്തിനെതിരെ പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഇതേ തുടർന്നാണ് കർഷകരുടെ ആശങ്കകൾക്ക് വിരാമം നൽകി സർക്കാർ താൽക്കാലികമായി പദ്ധതി നിലനിർത്തുവാൻ തീരുമാനിച്ചത്. പദ്ധതി നിലനിർത്തുന്നതുമായി ബന്ധപ്പെട്ട് കൃഷി വകുപ്പിന് സർക്കാർ നിർദ്ദേശവും നൽകി. എന്നാൽ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം ഈ വിഷയം ആയുധമാക്കുവാതിരിക്കാനാണ് സർക്കാർ പദ്ധതി നിലനിർത്തിയതാണെന്ന ആക്ഷേപവും ഉണ്ട്. രേഖാമൂലമുള്ള അറിയിപ്പ് ഇതുവരെ കൃഷി വകുപ്പിന് നൽകാത്തതും ദുരൂഹത ഉണർത്തുന്നു. ദിവസങ്ങൾക്ക് ശേഷം സർക്കാർ ഈ പദ്ധതി നിർത്തലാക്കുമെന്നും ആശങ്കയുണ്ട്. പദ്ധതിയെ നിരവധി അനർഹർ ദുരുപയോഗം ചെയ്യുന്നതുകൊണ്ടാണ് പദ്ധതി നിർത്തലാക്കുവാൻ തീരുമാനിച്ചതെന്നാണ് സർക്കാർ നൽകുന്ന വിശദീകരണം. എന്തായാലും പദ്ധതി നിലനിർത്തുവാൻ തീരുമാനിച്ച സർക്കാർ നടപടിയിൽ കർഷകർ ഏറെ ആഹ്ലാദത്തിലാണ്. ഈ പദ്ധതി ഇനിയും നിർത്തലാക്കുവാൻ ശ്രമിച്ചാൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ജില്ലയിലെ വിവിധ കർഷക സംഘടനകൾ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. പുതുക്കി പണിത പാറപ്പള്ളി ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടനം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. പാറപ്പള്ളി മഖാമുറൂസിനോടനുബന്ധിച്ച് പുതുക്കിപ്പണിത പാറപ്പള്ളി ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. വളരെ അനുഗ്രഹീതമായ സദസ്സിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ പ്രദേശ നിവാസികൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ വളരെ മനോഹരമായ പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതിനുവേണ്ടി സഹകരിച്ച ആളുകൾക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. അവരുടെ ജോലികളിലും കച്ചവടങ്ങളിലും കുടുംബങ്ങളിലും അല്ലാഹു ഐശ്വര്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. വീണ്ടും ആരോഗ്യവും സമയം സമ്പത്തും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് ടി കെ ഖാലിദ് അധ്യക്ഷനായി. കെ കുഞ്ഞിരാമൻ MLA, ഇ ചന്ദ്രശേഖരൻ MLA, KP കുഞ്ഞിക്കണ്ണൻ, AV കുഞ്ഞമ്പു, പഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദാക്ഷൻ, മെട്രോ മുഹമ്മദ് ഹാജി, AV നാരായണൻ, ബഷീർ വെള്ളിക്കോത്ത്, P ഷാദുലി തുടങ്ങിയവർ സംസാരിച്ചു. കെ അബൂബക്കർ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. തുടർന്ന് സിറാജുദ്ദീൻ ദാരുമി കക്കാടിന്റെ പ്രഭാഷണവും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വാർത്തകൾ ചുരുക്കത്തിൽ.
ഡോക്ടർ BR അംബേദ്കർ ജന്മദിനമായ ഏപ്രിൽ 14-ന് കേന്ദ്ര സർക്കാർ പൊതു അവധി പ്രഖ്യാപിച്ചു. ആലിയ സമ്മേളനം ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് പരമനടുക്കം ആലിയ ക്യാമ്പസിൽ നടക്കും. 16 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ ജില്ലാ ക്രിക്കറ്റ് ടീം സെലക്ഷൻ 13-ന് നായമ്പാറമ്പുല TIHS-ലും നീലേശ്വരം രാജാസ് ഹൈസ്കൂളിലും നടക്കും. താല്പര്യമുള്ളവർ സർട്ടിഫിക്കറ്റുകളുമായി രാവിലെ 9 മണിക്ക് രജിസ്റ്റർ ചെയ്യണമെന്ന് സംഘാടക സമിതി അറിയിച്ചു. യൂത്ത് ഫൈറ്റേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കും. വിദേശ താരങ്ങൾ ഉൾപ്പെടുന്ന 18 ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തെരഞ്ഞെടുക്കപ്പെട്ട ടീമുകളാണ് ഫൈറ്റേഴ്സ് സെവൻസ് 2014 മാറ്റുരയ്ക്കാൻ എത്തുന്നത്. തായന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന മത്സരത്തിൽ നൈജീരിയ, ലൈബീരിയ, സുഡാൻ, ഗാന തുടങ്ങിയ രാജ്യങ്ങളിലെ കായിക താരങ്ങൾ കഴിഞ്ഞ വർഷവും ഡോക്ടർ അംബേദ്കർ സ്മാരക ട്രോഫിക്ക് വേണ്ടിയുള്ള ടൂർണമെന്റ് തായന്നൂരിൽ സംഘടിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ തുടർച്ചയായ 2ാം വർഷവും ഞങ്ങൾ ഫൈറ്റേഴ്സ് സെവൻസ് 14 എന്ന രൂപത്തിൽ തായന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി മൈതാനത്ത് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുകയാണ്. വാർത്താ സമ്മേളനത്തിൽ AS ഹമീദ് തായന്നൂർ, PA ശിവദാസൻ, PJ വർഗീസ്, സുരേന്ദ്രൻ കാലിക്കടവ്, രമേശൻ മലയാറ്റുകര എന്നിവർ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വോട്ട് പെട്ടിയിൽ കൂട്ടിക്കിടിച്ച സ്ഥാനാർത്ഥികൾ ജയിക്കുമെന്ന പ്രതീക്ഷയിൽ LDF-ഉം UDF-ഉം BJP-യും. കല്യാശ്ശേരിയിലും പയ്യന്നൂരിലും പോളിംഗ് ശതമാനം കൂടിയത് ഗുണം ചെയ്യുമെന്ന് LDF. പുതിയ വോട്ടുകൾ വിജയം സമ്മാനിക്കുമെന്ന് UDF. മീനച്ചൂടിൽ വെന്തുരുകി കാസർഗോഡ്, സൂര്യാഘാതമേറ്റ് കാഞ്ഞങ്ങാട് ഒരാൾ മരിച്ചു. കർഷകർക്ക് സൗജന്യമായി വൈദ്യുതി വിതരണം ചെയ്യുന്ന പദ്ധതി നിലനിർത്തുന്നത് സംബന്ധിച്ച് കൃഷി വകുപ്പിന് സർക്കാരിന്റെ നിർദ്ദേശം. അത്യുത്തര കേരളത്തിലെ പൂരമഹോത്സവത്തിന് ശനിയാഴ്ച സമാപനം കുറിക്കും. ക്ഷേത്രങ്ങളും ഭവനങ്ങളും പൂരോത്സവ ലഹരി. KCN വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.